കലിപ്പൻ മാഷിൻ്റെ ആമ്പൽപ്പൂവ് ഭാഗം 26. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. നോക്കമലു, പോയി ഈ മുഖമൊക്കെ ഒന്ന് കഴുകി വന്നേ, എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. കരഞ്ഞു കൂവി ആകെ നാശമായിരിക്കുന്നവളെ നോക്കി അത് പറഞ്ഞുകൊണ്ട് ഏതൻ പോയി ലാപ്പും ഡയറിയും എടുത്തിട്ട് വന്നു. അപ്പോഴേക്കും അവളും മുഖം കഴുകി ആകെ നാശമായി കിടന്ന മുടി അത്രയും കൂടി എടുത്ത് ഒരമ്മക്കെട്ട് പോലെ പുറകിൽ കെട്ടിവെച്ച് പുറത്തേക്കിറങ്ങി. ഏതൻ നോക്കുമ്പോൾ ആകെ ക്ഷീണിച്ച് തളർന്ന് പാതിയിൽ ഒടിഞ്ഞു പോകുന്ന പോലെയായി അവൾ. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്നും കഴിച്ചില്ലേ അമലു? അമ്മ ചായ തന്നതല്ലാതെ വേറൊന്നും തന്നില്ലേ? പിന്നെയും സംശയം പോലെ ചോദിച്ചതും അവളുടെ മുഖം താന്നു. ഉച്ചയ്ക്ക് നീ എന്താ കഴിച്ചേ? ചോറ്. ഫുള്ള് കഴിച്ചോ? സമാധാനത്തിൽ സംസാരിക്കണം എന്ന് കരുതിയെങ്കിലും മറുപടി അറിയാവുന്നതുകൊണ്ട് അവൻ്റെ മുഖം അല്പം കയറി അങ്ങ് കടുത്തു. ആഹാരം കഴിക്കാതെ പഠിക്കണം എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമലു? അത് പിന്നെ വിശന്നില്ല, അതുകൊണ്ടാ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം നിന്റെ വിശപ്പ് പോകുമല്ലോ. ദേ അമലു, ഇത് ലാസ്റ്റാണ്. ഇനി ഇതുപോലെ നീ പട്ടിണി ഇരുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ. ഭീഷണി പോലെ സംസാരിക്കുന്നവൻ്റെ സ്വരത്തിലെ ഗൗരവം അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അതിൽ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് രമ്യ പിണങ്ങിയിരുന്നു, അല്ലെങ്കിൽ രാവിലെ മാഷ് പറഞ്ഞതിൻ്റെ സങ്കടം കൊണ്ട് വിശന്നില്ല, ഇത് വല്ലതും കൂടി താൻ പറഞ്ഞാൽ പിന്നെ തൻ്റെ ശവസംസ്കാരം കൂടി കഴിഞ്ഞിട്ട് ഈ മുറിയിൽ നിന്നും ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് മൗനം അലങ്കാരമായി സ്വീകരിച്ചുകൊണ്ട് അവൾ അവനിൽ നിന്നും കുറേ മാറി നിന്നു. നോട്ട്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയല്ലോ അല്ലേ? ഫെയർ റെക്കോർഡിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതെങ്ങനെയാ അമലു റഫിൽ കറക്റ്റായിട്ട് എഴുതിയിട്ട് ഫെയറിൽ വരുമ്പോൾ തെറ്റുന്നത്? അവൻ മേശമേലെ താടിയിൽ കയ്യും കുത്തി അവളിൽ നിന്നും നോട്ടം മാറ്റാതെ ആ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. കാരണം അത് നോക്കുന്ന സമയം മുതലുള്ള അവൻ്റെ സംശയമായിരുന്നു അത്. അത് പിന്നെ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന തിയറിയായിരുന്നു. അതുകൊണ്ട് റഫിൽ നോക്കി സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് തനിയെ ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഒരു ഡിജിറ്റ് മിസ്പ്ലേസ് ആയിപ്പോയി. 12 എന്നുള്ളത് 21 അങ്ങനെ ഫുൾ പ്രോബ്ലം തെറ്റിപ്പോയി. ലാസ്റ്റ് ആൻസർ ഷീറ്റ് വെച്ച് കറക്റ്റാണോ എന്ന് മാച്ച് ചെയ്ത് നോക്കാനും ശ്രദ്ധിച്ചില്ല. ഇതിൽ നിന്നും അമലുവിന് ഒരു കാര്യം മനസ്സിലായല്ലോ. നമുക്ക് പൂർണ്ണമായി അറിയാവുന്ന കാര്യമാണെങ്കിലും ഒരു മൊമെൻറ്റിലെ അശ്രദ്ധ, അത് ചിലപ്പോൾ ഒറ്റയടിക്ക് നിന്റെ 10 മാർക്ക് കളഞ്ഞെന്ന് വരാം. 1/2 മാർക്കിൻ്റെ വ്യത്യാസം പോലും റാങ്കിങ്ങിൽ വ്യത്യാസം ഉണ്ടാക്കുന്നിടത്ത് 10 മാർക്കിനെ പറ്റി നീയൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ അതിന് മൂളുമ്പോൾ ആ പറഞ്ഞ വാക്കുകളിലൂടെ അവളുടെ മനസ്സ് യാത്ര ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നീ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻട്രൻസിൻ്റെ എക്സാമിന് ശരിക്കും പാടുപെടും. അറിയാമല്ലോ അശോകേട്ടൻ്റെ സ്വപ്നം. നിന്നെ ഒരു ഡോക്ടറെ കാണാൻ ആൾ അത്രയ്ക്കും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മെറിറ്റിൽ തന്നെ സീറ്റ് വാങ്ങി ആളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതിൽ ആക്കാതിരിക്കേണ്ട ജോലി, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിന്റെ മുകളിലാണ്. അവളുടെ മുഖം ആകെ വിളറി. നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ ചില ഭയങ്ങൾ നമ്മളെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഇതിനെ നീ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇത്തവണ അവൻ്റെ കണ്ണുകളിൽ നോക്കി മുഖപ്രസാദത്തോടെയാണ് അവൾ മൂളിയത്. 2 ലാബ് പോയി അല്ലേ? അതെ. നാളെ എക്സ്ട്രാ ക്ലാസ് വെച്ചിട്ടില്ലേ? ആദ്യം കെമിസ്ട്രി അല്ലേ, അത് കഴിഞ്ഞ് ഫിസിക്സ്. ഞാനൊരു 11 മണി കഴിയുമ്പോൾ എത്തും. അപ്പോൾ നമുക്ക് 2ഉം നോക്കാം. മാക്സിമം നമുക്ക് 2ഉം അപ്പം തന്നെ തീർക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ പിന്നെ വരുന്ന ഒരാഴ്ചക്കിടയിൽ എപ്പോഴെങ്കിലും ഞാൻ സമയം കണ്ടെത്തി അതും പറഞ്ഞു തരാം. എന്തായാലും എക്സാമിന് കയറും മുന്നേ അമലു അത് 2ഉം പഠിച്ചിരിക്കും. ആ ഒരു ഉറപ്പ് പോരെ? അപ്പോൾ എൻ്റെ മോളിൽ വെച്ച് അങ്ങോട്ട് പോക്കോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഞാൻ നിന്നെ തല്ലിക്കൊന്നു എന്ന് കരുതിയിട്ട് നിന്റെ കൂട്ടുകാരും അമ്മയും എല്ലാം കൂടി ഇപ്പം എൻ്റെ നേരെ വരും. ചെറിയൊരു കളിയാക്കലോടെ അവളോട് അങ്ങനെയൊക്കെ പറയുമ്പോൾ 2 പേരും ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. പുറത്തേക്കിരുന്ന് ഹാളിലെത്തിയതും എല്ലാവരുടെയും കണ്ണുകൾ ഇടനാഴി ഭാഗത്താണെന്ന് കണ്ട് അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെന്നത്. സമാധാനം. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം കൂടി മാഷും കുട്ടിയും കൂടി പറഞ്ഞു തീർത്തോ? ടീച്ചറിനെ നോക്കി അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. ആ
നേരത്താണ് ഏതൻ പുറത്തേക്ക് വരുന്നത്. രമ്യ ഇരുന്നതിൻ്റെ ഇപ്പുറത്ത് കസേരയിലേക്ക് ഇടം പിടിച്ച് കോഫിയും അടയും അവനും കഴിച്ചു തുടങ്ങി. നിങ്ങൾ വേഗം കഴിച്ചിട്ട് വാ, നമ്മുടെ കയ്യിൽ സമയമില്ല. ഇപ്പോഴേ തുടങ്ങിയാലേ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അറിയില്ല എന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു ധാരണ കിട്ടും. ഞങ്ങൾ കഴിച്ചതാണ് സർ, ഇനി സാറും ഇവളും കൂടി കഴിച്ചിട്ട് വന്നാൽ മതി. പറയുന്നതിനൊപ്പം തന്നെ ആസിയും നൗഫിയും രമ്യ അവിടെ നിന്നും എഴുന്നേറ്റു. ഏതൻ കോഫിയും കുടിച്ച് കൊടുത്ത 2 ഇലയില കഴിച്ചുകൊണ്ട് പാതി നുള്ളിപ്പെറുക്കി അവിടെ ഇരുന്നതേയുള്ളൂ. അവളുടെ കഴിപ്പറിയാവുന്നതുകൊണ്ട് അവൻ അത് നോക്കി ഒന്ന് നിശ്വാസമെടുത്ത് എഴുന്നേറ്റു. ഞാൻ അവിടെ ചെന്ന് ബുക്സ് നോക്കുമ്പോഴേക്കും കഴിച്ചിട്ട് വരണം കേട്ടോ. അവളുടെ തലയ്ക്കൊന്ന് കൊട്ടി അവൻ പിള്ളേരിയ്ക്കുന്നതിനിടയ്ക്ക് ചെന്നപ്പോഴാണ് പടി കയറി വരുന്നവനെ കാണുന്നത്. വിഷ്ണു, നീ തിരിച്ചു പോയില്ലേടാ? ഏതിൻ്റെ അത്ഭുതം പോലെ തന്നെ ബാക്കിയുള്ള 3 പേരും അമ്പരപ്പിൽ നോക്കി. കാരണം രാവിലെ രമ്യയുമായി അടിയുണ്ടാക്കി കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളല്ലേ. പാതി വഴി പോയതാടാ യദു. അപ്പോഴാ ചെറിയച്ഛൻ പറയുന്നത് കടയിലെ എന്തൊക്കെയോ സാധനങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതൊന്ന് കറക്റ്റാക്കിയിട്ട് ചെന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അതിന് നിന്നതാ ഞാൻ. എന്നിട്ടോ അവന്മാർ സാധനം കൊണ്ടുവന്നപ്പോൾ വൈകുന്നേരം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ചെറിയച്ഛൻ പറഞ്ഞു ഇന്നും നാളെയും ഇവിടെ നിന്നിട്ട് അവർ വന്നിട്ട് പോകാമെന്ന്. ആലോചിച്ചപ്പോൾ കൊച്ചിനെയും വേറെങ്ങും മാറ്റി നിർത്തണ്ടാലോ. അവസാന വാചകം പറഞ്ഞത് രമ്യയൊന്ന് നോക്കിയാണ്. അവളുടെ മുഖം കുട്ടിക്കലം പോലങ്ങ് വീർത്തു. ഇന്ന് ആമ്പ്രുവിനെ കൂട്ടി വീട്ടിൽ പോകാമെന്നും 2 ദിവസം ഫുള്ള് അവൾ കൂടെ ഉണ്ടാകും എന്നൊക്കെ കരുതിയിടത്താണ് വിഷ്ണുവിൻ്റെ ഈ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം. ഈ മരപ്പട്ടിയുടെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും ആസി. ഇതിപ്പോൾ എനിക്ക് സങ്കടമുണ്ടാക്കാൻ വേണ്ടി ഇയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാ. അവനെ നോക്കി പല്ല് കടിച്ചു പിടിച്ച് ചീത്ത പറയുമ്പോൾ അവൻ്റെ കൈകൾ പോക്കറ്റിൽ വൈബ്രേറ്റ് ചെയ്തിരുന്ന കോളിൻ്റെ സൈഡ് ബട്ടൺ അമർത്തി സൈലൻ്റ് ആക്കുന്ന തിരക്കിലായിരുന്നു. വിഷ്ണു, എന്തു പറ്റിയടാ? എന്താ യദു? അല്ല, നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചതാ. താൻ പറയുന്നൊന്നും കേൾക്കാതെ മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അരികിലേക്ക് ചെന്ന് തോളിൽ തട്ടിയാണ് യദു ആ കണ്ണിലേക്ക് നോക്കിയത്. ഒന്നുമില്ലടാ, ലോഡിങ് അൺലോഡിങ്ങായി ചെറിയച്ഛൻ്റെ കടയിൽ കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തോളൊക്കെ ഒന്ന് പിടിച്ചു എന്നാ തോന്നുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കും ഏതൻ സാറേ. മേലനങ്ങാതിരുന്ന് കഴിച്ചവർക്ക് പെട്ടെന്ന് മേലനങ്ങിയാൽ ശരീരം അവിടെയും ഇവിടെയൊക്കെ കയറി കൊളുത്തി പിടിക്കും. തീർത്തും സ്വാഭാവികം. അവർക്കരികിലേക്ക് വന്നവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ചെക്കൻ്റെ മുഖം ദേഷ്യം കൊണ്ടങ്ങ് വിറഞ്ഞു. യദു, ഈ വായാടിയോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വായിലിരിക്കുന്ന കേട്ട് മോങ്ങിക്കൊണ്ട് നിൽക്കാനേ ഇവൾക്ക് നേരം കാണൂ. ഓവ, ഞാൻ കിടന്ന് കുറേ മോങ്ങും. ഇങ്ങയുടെ വിചാരം ഈ ലോകത്തുള്ള എല്ലാ പെൺപിള്ളേരും ഇങ്ങയുടെ അനിയത്തെ പോലെ ആണെന്നാ സർ. അതെങ്ങനെയാ? കുഞ്ഞിലെ മുതൽ ഇതൊക്കെ പറഞ്ഞല്ലേ ഇവളെ വളർത്തിയത്. ഉറക്കെ ഒന്ന് ചിരിക്കാനോ ശ്വാസം വിടാനോ പോലും സമ്മതിച്ചിട്ടില്ല ആങ്ങളമാരും കുടുംബക്കാരും കൂടി. അപ്പം പിന്നെ അവളെ ഇതുപോലെ പഴം വിഴുങ്ങി ആയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. രാവിലെ അവളെ കളിയാക്കിയതിന് ബദൽ പറഞ്ഞതാണ് തുടങ്ങിയെങ്കിലും ഇപ്പോൾ അവൾ പറഞ്ഞ ഓരോ വാക്കും 100% സത്യമായിരുന്നു. എടി, ചുമ്മാ കിടന്ന് തിളയ്ക്കാമെന്ന് പറയ് സർ. നിന്നെ ഇപ്പോൾ ആരെങ്കിലും ഇവിടെ വിളിച്ചോ ഈ ഓടിക്കയറി വന്ന് അഭിപ്രായം പറയാൻ? അയ്യടാ, ഓടിക്കയറി വരാൻ ഇതെന്നാ ഫിഫയുടെ വേൾഡ് കപ്പോ? ഞാൻ ഈ ഏതൻ സാറിനെ ടീച്ചറമ്മ വിളിക്കുന്നു എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇതേ സമയം 2 പേരും തമ്മിൽ തല്ലുണ്ടാക്കുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഏതനും. സർ? ആ? താൻ പറഞ്ഞിട്ടും തങ്ങൾ 2 പേരെയും നോക്കി നിൽക്കുന്നതല്ലാതെ അവനൊന്നും മറുപടി പറയുന്നില്ല എന്ന് കണ്ടാണ് പെണ്ണ് പിന്നെയും വിളിച്ചത്. സാറിനെ അകത്തോട്ട് വിളിക്കുന്നുവെന്ന്. ഓക്കെ, രമ്യ പൊക്കോ, ഞാൻ വന്നോളാം. അത് കേൾക്കാനിരുന്ന പോലെ അവൾ അദ്ദേഹത്തെ നോക്കി തലയാട്ടി കാണിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നവനെ കോക്കറി കാണിച്ച് അവിടെ നിന്നും ഓടി. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഇങ്ങനെയാണോ? ചോദ്യത്തിനുമപ്പുറം അത്ഭുതമായിരുന്നു അവൻ്റെ കണ്ണിലും ചോദ്യത്തിലും. ഈ വഴക്കും തല്ലുപിടിയുമാണോ നീ ഉദ്ദേശിച്ചത്? താഴോട്ടിറങ്ങുന്നതിൻ്റെ സൈഡിലെ ഒതുക്കുകല്ലിലോട്ട് കയറിയിരുന്നു കൊണ്ട് വിഷ്ണു ചിരിച്ചു. എങ്കിൽ പിന്നെ നീയൊന്നും കണ്ടില്ല എന്ന് തന്നെ പറയാം. ഞങ്ങൾ 2 പേരും ഒരു ഏരിയയിൽ വന്നാൽ പിന്നെ ഒരാളുടെ തല താഴെ പോകുമെന്നാണ് കുടുംബക്കാർക്കെല്ലാം കണക്ക്. അതെന്തിനാ നിനക്ക് ഈ കൊച്ചിനോട് ഇത്രയും ദേഷ്യവും വൈരാഗ്യവും? അതിപ്പോൾ നീ അങ്ങനെയൊക്കെ എടുത്തു ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും.
എന്നാലും പ്രകടമായി പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ തൻ്റെ ഇടം എനിക്കൊട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒന്ന് പറഞ്ഞാൽ 100 അവളുടെ തറുതല. അവളുടെ കാര്യം ആലോചിച്ചുകൊണ്ട് അവൻ തലയൊന്ന് വെട്ടിച്ചു. പിന്നെ പെൺപിള്ളേരായാൽ എങ്ങനെയാ വേണ്ടേ? നിന്റെ അനിയത്തി പോലെ പേടിച്ചും വിറച്ചും വെപ്രാളപ്പെട്ടും നടക്കണോ? കുറച്ചു മുന്നേ ഇവരൊക്കെ കാരണമാണ് അവൾ ഇത്രയ്ക്ക് വലിയൊരു തൊട്ടാവാടി ആയിപ്പോയെന്ന് പറഞ്ഞ രമ്യയുടെ വാക്കുകളായിരുന്നു അവൻ്റെ മനസ്സിൽ. അങ്ങനെയല്ലടാ, അത്രയുമൊന്നുമില്ലെങ്കിലും ഒരടക്കവും ഒതുക്കമൊക്കെ വേണ്ടേ? സ്വന്തം കാര്യങ്ങൾ വ്യക്തമായി മുന്നിൽ നിൽക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നതിൽ താഴെയുള്ള അടക്കവും ഒതുക്കവും ഒക്കെ മതിയടാ പെൺപിള്ളേർക്ക്. ചുമ്മാ ആവശ്യമില്ലാത്ത കുറെ കൺസർവേറ്റീവ് ചിന്തകൾ. വിഷ്ണുവിനെ നോക്കി അത് പറയുമ്പോൾ ലേശം അരിശമുണ്ടായിരുന്നു യദുവിൻ്റെ വാക്കുകളിലും. എടാ, നിന്റെ ഈ ദേഷ്യം മൊത്തം ഞങ്ങളാണ് കുഞ്ഞോളെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ വിചാരിച്ചാണോ? ഏതെൻ്റെ കൊള്ളിച്ചുള്ള മറുപടിയിൽ വിഷ്ണുവിനും എന്തോ സംശയം തോന്നി തുടങ്ങി. ആ, അതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഏത്? ആ വായാടി പറയുന്ന കേട്ടിട്ടാ? തലയുമില്ലാ പാലുമില്ലാതെ അവൾ എന്തെങ്കിലും പറയുന്നു എന്ന് വച്ചിട്ട് എന്തേ, ആ പറഞ്ഞതൊന്നും ശരിയല്ലേ? ഏതു അവന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. എടാ, നീ ഇതെന്തറിഞ്ഞിട്ടാണ്? ആ പൊട്ടിക്കാളി പറയുന്ന പോലെ ഞങ്ങളെല്ലാവരും കൂടി കുഞ്ഞോളെ പിടിച്ചടച്ച് ഒരു മുറിയിൽ ഇട്ടിരിക്കുകയൊന്നുമല്ല. അവളുടെ ചേച്ചി അഞ്ജുവിന് കിട്ടിയ എല്ലാ സ്വാതന്ത്ര്യവും കാര്യങ്ങളും കൊടുത്തു തന്നെയാണ് ചെറിയച്ഛനും ചെറിയമ്മയും അവളെയും വളർത്തിയത്. പക്ഷേ എന്തോ കുഞ്ഞിലെ മുതൽ അവൾക്കെല്ലാം ഭയമാണ്. ഇടയ്ക്കെപ്പോഴോ പഠിക്കാനും ഭയം തട്ടി എന്ന് ചെറിയച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട്. അത് കേട്ടതും ഏതെൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഇപ്പം പിന്നെ അതൊക്കെ മാറി ആള് നല്ല ഉഷാറായി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവൾക്ക് പേടി തട്ടിയാലും ഇല്ലെങ്കിലും ആ പെണ്ണ് ഇങ്ങനെ തന്നെയാടാ. ഇത്തിരിയില്ലാത്ത പ്രായം മുതലേ അവൾക്കെല്ലാം ഭയമാണ്. അതിപ്പോൾ പട്ടിയെ കണ്ടാലും ഭയമാണ്, ഇടിവെട്ടുന്നതും ഭയമാണ്. അവളുടെ ഭയത്തെ അത്രയും നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് വിഷ്ണു പറഞ്ഞത്. നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും വിഷ്ണു. എന്നാലും നാളെ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ മാറി പോകേണ്ടി വന്നാൽ അവൾ ശരിക്കും പാടുപെട്ടു പോകുമെടാ. എങ്ങനെയാ കൊച്ച് ആരുമില്ലാത്ത അവസ്ഥ സർവൈവ് ചെയ്യുക? അവൻ്റെ ചിന്തയിൽ മുഴുവൻ +2 കഴിഞ്ഞിട്ട് അവൾ പഠിക്കാൻ പോകുന്നതിനെ പറ്റിയായിരുന്നു. നീ പറയുന്നതൊക്കെ ശരിയാണ്. എന്തായാലും നമുക്കെല്ലാവർക്കും കൂടി അവളെ അല്പമെങ്കിലും ബോൾഡാക്കാൻ നോക്കാം. അതിന് ആദ്യം വേണ്ടത് ആ വായാടിയെ അവളുടെ അടുത്ത് നിന്നും മാറ്റുക എന്നതാണ്. ഏതെൻ്റെ മിഴിമുന അവൻ്റെ നേരെ ചോദ്യം ചെയ്യും പോലെ ചെന്നു. അല്ല, എന്ത് കാര്യത്തിനും ഇവളും മറ്റവന്മാരും ഉണ്ടെന്ന് കരുതിയാണ് അവൾ ഈ ഭയത്തിൽ നിന്ന് ഭയത്തിലേക്ക് തലയും കുത്തി വീഴുന്നത്. കാരണം എങ്ങനെ വീണാലും രക്ഷിക്കാൻ ആളുണ്ടല്ലോ. ഒരു പരിധിവരെ വിഷ്ണു പറയുന്നത് ശരിയാണെന്ന് തോന്നിയവന് അത് അംഗീകരിക്കാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നെ ടീച്ചറമ്മ വിളിച്ചെന്നല്ലേ പെണ്ണെ പറഞ്ഞത്? നീ പോയി നോക്കിയേ. എന്തേ, നീ വരുന്നില്ലേ? ഞാനില്ലടാ. കഴിഞ്ഞെങ്കിൽ മോള് ഇങ്ങോട്ട് വിളിച്ചാൽ മതി. അവൻ്റെ മുഖത്ത് നോക്കാതെ മറ്റെവിടെയോ നോക്കിയാണ് സംസാരം. വിഷ്ണു, നീ ഓക്കെ അല്ലേടാ? ഓ, ആണല്ലോ. ഏതനെ നോക്കി ചിരിക്കുമ്പോഴും സൈഡിൽ കമിഴ്ത്തി വെച്ച ഫോണിൽ നിന്നും വരുന്ന വൈബ്രേഷൻ അവനെ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൽ ആക്കുന്നുണ്ടായിരുന്നു. ഏതൻ അകത്തേക്ക് കയറുമ്പോൾ കണ്ടു സൈഡിലെ ടേബിളിലിരുന്ന് റെക്കോർഡ് എഴുതുന്നവളെ. അകത്തേക്ക് നടന്നവൻ പിന്തിരിഞ്ഞ് അവൾക്ക് അരികിലേക്ക് എത്തി. കഴിഞ്ഞോ അമലു? ഞെട്ടിക്കൊണ്ട് പെണ്ണ് എഴുന്നേറ്റതും മുന്നിലേക്ക് ആഞ്ഞു നിന്നവൻ്റെ മൂക്കിലാണ് തലയിടിച്ചത്. അമ്മേ! ഒരൊറ്റ നിമിഷം അവൻ മൂക്കും പൊത്തി നിലത്തേക്കിരുന്നു പോയി. ആമ്പലു തറഞ്ഞു നിന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം. എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ കണ്ണു നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നവൾ അവനൊപ്പം നിലത്തേക്കിരുന്നു പോയി. സർ! മുഖം പൊത്തി കുനിഞ്ഞിരിക്കുന്നവൻ്റെ കയ്യിൽ അവൾ പിടിച്ചു. സർ! ചിലമ്പിക്കൊണ്ടവൾ പിന്നെയും അവനെ വിളിച്ചു. നല്ല ആയത്തിൽ കൊണ്ട ഇടിയിൽ അവനൊരു നിമിഷം കണ്ണു മറിഞ്ഞ് പിന്നിലേക്ക് പോയി. വേദനയുടെ ആക്കത്തിലും ശബ്ദം പുറത്തേക്ക് വരാത്തതുകൊണ്ടാകും തളത്തിൽ ടീച്ചറിന് ചുറ്റും ഇരുന്നവരൊന്നും ഇവിടേക്ക് വരാതിരുന്നത്. ഹരൺ സാർ! മുഖത്തു നിന്നും നീങ്ങിയ കൈ മൂക്ക് മാത്രം പൊതിഞ്ഞു പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന കണ്ടതും അവൾ ആ കൈയിലേക്ക് വിരൽ തൊടാൻ നോക്കി. അടുത്ത നിമിഷം അവൻ്റെ ആ കൈ വിരലുകളിൽ അമർത്തി പിടിച്ചിരുന്നു. സർ, ടീച്ചറമ്മയെ ഞാൻ വിളിക്കണ്ടേ? വേണ്ടുന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവൻ കണ്ണുകൾ ബന്ധപ്പെട്ട് തുറന്നു. അപ്പോഴും അവൻ്റെ കൈത്തലം അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബലത്തിലുള്ള പിടിയായതുകൊണ്ട് അവൾക്ക് കൈത്തണ്ട വേദനിച്ചെങ്കിലും അത് പറഞ്ഞ് കൈ മാറ്റാൻ അവൾ ആ നിമിഷം ആഗ്രഹിച്ചില്ല.
അതേസമയം വേദനയുടെ പാരമ്യം കടിച്ചമർത്തുന്ന പോലെയായിരുന്നു അവൻ്റെ പിടുത്തവും. ഒരിക്കലും അവളുടെ കയ്യിലാണ് താൻ തൻ്റെ വേദന തീർക്കുന്നതെന്ന് ആ നിമിഷം അവനും അറിഞ്ഞില്ല. സർ, അവളുടെ വിളിയിലെ ദയനീയതയിൽ അവൻ കണ്ണുയർത്തി നോക്കി. ചുവന്ന ഉക്കനെ പോലെ ആ കണ്ണുകൾ അവൻ്റെ വേദന എത്രത്തോളമാണെന്ന് അവളോട് പറയാതെ പറഞ്ഞു. ഇനി ഇതിനും കൂടി കരയില്ലേ അമലു? ശരിക്കും നിന്നെ പാസിഫൈ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയെന്ന് വരില്ല. അവളുടെ നിറഞ്ഞ കണ്ണുകളെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അവനത് പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ആ നേരം അവൻ്റെ അവസ്ഥ. സോറി സർ, ഞാൻ കണ്ടില്ല. പെട്ടെന്ന് പിന്നിൽ നിഴൽ വന്ന് നിന്നപ്പോൾ. വല്ല വാമ്പയറും ആണെന്ന് കരുതിയോ കൊച്ചേ? അവളുടെ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവൻ എഴുന്നേറ്റത്. ആ നേരത്താണ് വിളിച്ചിട്ട് വരാത്ത ആളെപ്പറ്റി തിരക്കി രമ്യ പിന്നെയും വന്നത്. നോക്കുമ്പോൾ ഒരുത്തിയുടെ കയ്യും പിടിച്ച് സാറ് കൂനിക്കൂടി നിൽക്കുന്നു. സാറ് അടുത്തെങ്ങാനും വന്നു നിന്നാൽ ദൂരെ ഏതെങ്കിലും ഗ്രഹത്തിലേക്ക് പാഞ്ഞു പോകുന്നവൾ ഇത്രയും അടുത്ത്. രമ്യ വേഗത്തിൽ ഓടി അവിടേക്ക് ചെന്നു. മുന്നിൽ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണ് രണ്ടും ഇപ്പം നിലത്ത് വീണു പോകുമെന്ന് തോന്നി രമ്യയ്ക്ക്. ആമ്പല്ലൂൻ്റെ കയ്യും പിടിച്ച് ഏതൻ സർ. അവൾ വേഗം അവർക്കടുത്തേക്ക് എത്തി. എന്താടി, എന്തു പറ്റി? അവൻ പിടിച്ച കയ്യിലേക്ക് അവളുടെ വിഷമിച്ച മുഖത്തേക്കും നോക്കിയായിരുന്നു രമ്യ അത് ചോദിച്ചത്. അത് ഞാൻ. ആമ്പൽ പറയുമ്പോഴും ഏതൻ പിടിച്ച കൈകളിൽ നിന്ന് അവളുടെ നോട്ടം മാറിയില്ല. ആമ്പലേ, ഒന്നുമില്ല രമ്യ, ഞങ്ങളൊന്ന് കൂട്ടിയിടിച്ചു. കൂട്ടിയിടിച്ചെന്നാ? അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. എന്താടി ഇതൊക്കെ? പുരികം പൊക്കി ചോദിച്ചതും രമ്യ കാണുന്നത് ഏതൻ്റെ ചുവന്ന മൂക്കാണ്. അയ്യോ, ഇതെന്നാ പറ്റി? അപ്പോഴാണ് ആമ്പലും അത് വൃത്തിയായി കാണുന്നത്. അവൻ്റെ മൂക്ക് നല്ല ഭംഗിയായി ചുവന്നിട്ടുണ്ട്. സർ, ഇത് നല്ലപോലെ ചുവന്നിട്ടുണ്ടല്ലോ. ഏയ്, ഒന്നുമില്ലടോ, ഇതിപ്പോൾ മൂക്കിടിച്ചതിൻ്റെ, അല്ലാതെ ഞാൻ ഓക്കെയാണ്. അവളെ നോക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ പറച്ചിലത്രയും. അപ്പോഴേക്കും ടീച്ചറമ്മയും നൗഫിയും ആസിയും കൂടി രമ്യയുടെ ബഹളം കേട്ട് അവിടേക്ക് വന്നു. എന്താ ഇവിടെ? അത് മുഖമൊന്ന് അടിച്ചു അമ്മ, അത്രയേ ഉള്ളൂ. അവളെ പറയാൻ അനുവദിക്കാതെ അവൻ ചാടിക്കേറി പറഞ്ഞു. നീ എന്താ ഇതു? അത്രയും ചെറിയ കുട്ടിയാണോ മുഖമൊക്കെ പോയി ഇടിക്കാൻ? ടീച്ചർ ദേഷ്യപ്പെട്ടതും അവൻ ടീച്ചറെ നോക്കിയൊന്ന് ചിരിച്ചു. എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ ചിരിച്ചു കാണിച്ചാൽ മതിയല്ലോ. വാ, ഐസ് വെക്കാം. കയ്യിൽ പിടിച്ചുകൊണ്ട് ടീച്ചർ അകത്തേക്ക് പോകുന്ന കണ്ടുകൊണ്ടാണ് ബാക്കി അത്രയും പേര് അവിടെ നിന്നത്. രണ്ടുപേരും അകത്തേക്ക് പോയതും രമ്യ ആമ്പലിന് നേരെ തിരിഞ്ഞു. ഞാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക, നിനക്ക് ഇതൊക്കെ എങ്ങനെയാടി സാധിക്കുന്നേ? പാതി കളിയായും പാതി കാര്യമായും ചോദിച്ച ചോദ്യത്തിന് കണ്ണും നിറച്ചുകൊണ്ടുള്ള നോട്ടമായിരുന്നു ഇത്തവണയും മറുപടിയായി കിട്ടിയത്. ഐസ് വെക്ക്, ഈ ചുവപ്പും വേദനയുമൊക്കെ പെട്ടെന്ന് മാറും. വലിയ പ്രശ്നമൊന്നുമില്ലമ്മ. ഐസ് ക്യൂബ് തുണിയിൽ പൊതിഞ്ഞത് മെല്ലെ വെച്ചുകൊണ്ട് അവൻ ടീച്ചറിനെ നോക്കി. പ്രശ്നം നിനക്കല്ല, നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ ആ കൊച്ചിനാണ്. അവൻ ഒരു ഞെട്ടലോടെ ടീച്ചറിനെ നോക്കിയതും ടീച്ചർ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ അവനെ നോക്കി. എടാ, നിന്നേക്കാൾ കൂടുതൽ കുട്ടികളെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് ഞാൻ. അവരൊക്കെ ചിന്തിക്കുന്നതിൽ നിന്ന് ഞങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങും. അതമ്മ അറിയാലോ അവളെ. ഇപ്പൊ തന്നെ കരഞ്ഞു കൂവി നാശമാക്കിയിട്ടുണ്ടാകും അവിടെ. ആവും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? യദു, വേദന കുറവുണ്ടമ്മേ. ഐസ് ക്യൂബിൻ ടേബിളിൽ വെച്ച് അവൻ അവർക്കരികിലേക്ക് പോയി. ചെല്ലുമ്പോൾ സൂക്ഷ്മം പോലെ എഴുത്തൊക്കെ നിർത്തി നാലും കൂടി കാര്യം പറച്ചിലാണ്. കാര്യം പറയാനാണോ നാലും കൂടി വീട്ടിൽ പോകാതെ ഇവിടെ വന്നിരിക്കുന്നത്? അവൻ്റെ ശബ്ദം കേട്ടതും നാലും നാല് വഴിക്കായി. ഇത്തിരി ഗൗരവത്തോടെ വന്നവൻ ആമ്പലിൻ്റെ അടുത്തെത്തിയതും അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി ചിരിച്ചു. വേദന പോയോ? വേദനയൊക്കെ പോയെൻ്റെ കുഞ്ഞി. നീ അതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാതെ വേഗം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. അവളുടെ തോളിലൊന്ന് തട്ടി അവൻ അവർക്ക് നേരെ നടന്നു. അപ്പോഴാണ് വിഷ്ണു അകത്തേക്ക് കയറി വന്നത്. ഏതൻ്റെ മുഖം കണ്ടടുത്തേക്ക് വന്നവനോട് ടീച്ചർ കൊടുത്ത മറുപടി തന്നെ അവൻ വിഷ്ണുവിനും കൊടുത്തു. അവൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിലേക്ക് പിന്നീട് തിരിയുകയും ചെയ്തു. അവർ പഠിപ്പിക്കുന്നത് നോക്കിയിരിക്കുന്നവൻ്റെ ഫോൺ പിന്നെ റിങ് ചെയ്തതും ദേഷ്യത്തോടെ വിഷ്ണു അതുമായി പുറത്തേക്കിറങ്ങി. എന്താ സിദ്ധു, എന്താ നിന്റെ പ്രശ്നം? വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി ആരും കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരിടത്ത് നിന്നുകൊണ്ടാണ് അവൻ കോള് അറ്റൻഡ് ചെയ്തത്. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം വിഷ്ണു ഏട്ടാ. വേണ്ട, സംസാരിക്കണ്ട പ്ലീസ് ഏട്ടാ.
എനിക്ക് അവളോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി. നീ വിളിക്കുന്നത് ജസ്റ്റ് സംസാരിക്കാനല്ല എന്ന് നിനക്കും എനിക്കും ഒരുപോലെ അറിയാം സിദ്ധു. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇത് നടപ്പുള്ള കാര്യമല്ലെന്ന്. ഒരു കുടുംബത്ത് ഒരേപോലെ ഇരിക്കുന്നവരാണെങ്കിലും നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും മനസ്സ് നിറയെ ദുഷ്ടതരമാണ്. അതൊന്നും സഹിക്കാൻ അവളെക്കൊണ്ട് പറ്റില്ലടാ. നീ ഒന്നും മനസ്സിലാക്ക് സിദ്ധു. ദേഷ്യത്തിലാണ് സംസാരിച്ചു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോൾ അവൻ കൂടുതലിന് മനസ്സിലാവട്ടെ എന്ന് കരുതി അത്രയും സമാധാനത്തോടെയാണ് പറഞ്ഞത്. പറ്റുന്നില്ല വിഷ്ണുവേട്ടാ. മനസ്സിനെ എത്രയൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. കണ്ണകന്നു നിൽക്കുമ്പോൾ മനസ്സും അകലുമല്ലോ എന്ന് കരുതിയാണ് അവളെ കാണാൻ പോലും നിൽക്കാതെ ഞാൻ അവിടെ നിന്നും മാറിയത്. പക്ഷേ അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. അവളെ ഒന്ന് അടുത്ത് കണ്ട് വെറുതെ ഒരു വാക്കെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ പോലും എനിക്കിപ്പോൾ ഇതിലും സമാധാനമുണ്ടായേനെ. ഇതിപ്പോൾ എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല ഏട്ടാ. അപ്പോഴേക്കും അവൻ കരഞ്ഞു പോയിരുന്നു. വിഷ്ണുവിൻ്റെ ഹൃദയവും ഒന്ന് പിടച്ചു. ഒരു വശത്ത് അനിയത്തിയാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്നവനും അന്യനൊന്നുമല്ല. അവൻ്റെ സങ്കടവും തന്നെ അത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ കണ്ടില്ലെന്ന് നടിക്കാനേ പറ്റൂ. അതൊരിക്കലും അനിയത്തിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമല്ല, അവനോടുള്ള ഇഷ്ടവും അതിൽ അത്രത്തോളം തന്നെയുണ്ട്. ഇന്നൊരു ദിവസമെങ്കിലും അവൻ്റെ മനസ്സ് നിടറിയാൽ, ഫോണിലാണെങ്കിലും അവളോട് സംസാരിക്കാൻ അവസരം കൊടുത്താൽ അവനുള്ളിൽ പ്രതീക്ഷകൾ പിന്നെയും വളരും. അതൊരിക്കലും നല്ലതിനാവില്ല. അതിപ്പോൾ അവനായാലും അവൾക്കായാലും. ഒരു നെടുവീർപ്പോടെ അവൻ ഫോണിലേക്ക് നോക്കി. കട്ടായിട്ടില്ല. സിദ്ധു, ഞാൻ ഫോൺ വെക്കുകയാണ്. കൂടുതലൊന്നും പറയാതെ അവൻ ഫോൺ കട്ട് ചെയ്തതും തൊട്ടു പിന്നിൽ കണ്ട നിഴലനക്കത്തിൽ അവൻ തിരിഞ്ഞു നോക്കി. എന്താടി, നീ ആളെ പിടിപ്പിച്ച് ജീവനെടുക്കാൻ വന്നതാണോ? നെഞ്ചിൽ കൈവച്ച് ദേഷ്യപ്പെടുമ്പോൾ അവൻ എത്രത്തോളം ഭയന്നു പോയിരുന്നു എന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു. എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? അവൻ പിന്നെയും കലിച്ചു. എനിക്ക് വിഷ്ണുവേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. തന്നെ കാണുമ്പോഴേ പുച്ഛിച്ചുകൊണ്ട് നടന്നിരുന്നവൾ, ഒന്ന് പറഞ്ഞാൽ രണ്ട് തറതല പറയാൻ മടിയില്ലാത്തവൾ, തൻ്റെ നിഴലിനെ പോലും രണ്ടായി ഖണ്ഡിക്കാൻ നടക്കുന്നവൾ, ഇത്രയൊക്കെ താൻ ദേഷ്യപ്പെട്ടിട്ടും ഇത്രയും സമാധാനത്തോടെ. അവൻ ഒരു സംശയത്തോടെ അവളെ കേൾക്കാനായി നിന്നു.